കൃത്യമായ സംഘടനാ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ എനിക്ക് തന്ന അവസരത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണെന്ന് വേണം പറയാൻ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുന്നതും പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെറുകിട വ്യവസായികളുടെ സെമിനാറും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ഇതിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള നിലക്ക് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഏതായാലും ഇത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നിങ്ങളെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേറ്റേഴ്സ് അല്ല, നിങ്ങളെല്ലാം ഒരു ചെറുകിട സംരംഭകരാണ്, ഒരു സംരംഭകത്തിന്റെ ഭാഗമാണ് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ ചെറിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഞങ്ങളുടെയും ചരിത്രം അത് തന്നെയാണ്. VKC എപ്പോഴും നമുക്കറിയാം, നമ്മളൊരു ഉൽപ്പന്നം വിപണനം ചെയ്യണമെങ്കിൽ അതിനൊരു ഉപഭോക്താവ് ആവശ്യമാണ്. ആ ഉപഭോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കി അതനുസരിച്ച് ആ ഉൽപ്പന്നം കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ മാർക്കറ്റ് നിലനിർത്താൻ പറ്റുന്നത്. ഇപ്പൊ VKC തുടങ്ങുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. ഏകദേശം 40 വർഷം മുമ്പ് അന്നത്തെ ചെരുപ്പിൽ അല്ലെങ്കിൽ അന്ന് ചെരുപ്പ് ഉപയോഗിക്കുന്ന ആളുകളുടെ 3 പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് VKC രംഗത്ത് വരുന്നത്. ആ പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ഒരു 40 വയസ്സിന്റെ മേലുള്ള കുറച്ച് ആളുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. നമ്മൾ സാധാരണ അന്നത്തെ ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു താഴെ ഒരു ബ്ലൂ കളറോ ബീജ് കളറോ ഉണ്ടാവും, മേലെ ഒരു വൈറ്റ് കളറും ഉണ്ടാവും. അപ്പൊ കുറച്ചൊരു വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞാല് നമ്മളെ ചെരുപ്പിന്റെ മുകളിലൊരു ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടും. ആ ചന്ദ്രക്കല കുറച്ച് കഴിഞ്ഞാൽ അതൊരു മുഴുവൻ ചന്ദ്രനായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചില പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ കല്യാണത്തിന് പോവുക, നമ്മൾ ചെരുപ്പ് അഴിച്ചിടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും. എൻ്റെ ചെരുപ്പ് കാണുമ്പോൾ ഒരു പാണ്ട് പിടിച്ച ചെരുപ്പ് പോലെ അവിടെ കിടക്കുന്നു എന്നുള്ള ഒരു വേദന അനുഭവിച്ച് കുറെ ആളെങ്കിലും ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രാപ്പ് അങ്ങ് ഊരിപ്പോരും. പിന്നെ നമ്മുടെ കയ്യിൽ പെന്നോ വല്ല സ്പൂണോ അല്ലെങ്കിൽ വല്ല മരക്കഷ്ണോ എടുത്തിട്ട് നമ്മളത് തിരികെ കയറ്റണം. രണ്ടാമത്തെ കേസിൽ ആ ചവിട്ട് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആ ബട്ടൺ അങ്ങ് പൊട്ടിപ്പോകും. അപ്പോ ഇങ്ങനെ അനുഭവിച്ച ആളുകളുണ്ടോ? അപ്പൊ രാവിലെ പോകുന്ന സമയത്ത് ചെരുപ്പ് പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രയാസമാണ്. അപ്പൊ ആ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് VKC മാർക്കറ്റിൽ വരുന്നത്. ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചെന്ന് പറഞ്ഞാല് ആ ലെയറിന്റെ പ്രശ്നം ഒഴിവാക്കാൻ സിംഗിൾ ലെയർ ആക്കി. അപ്പൊ അന്നത്തെ VKC ചെരുപ്പ് ഉപയോഗിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം, ഒറ്റ സിംഗിൾ കളറാണ്. ഒന്നുകിൽ ഒരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ, അങ്ങനെയുള്ള 2 കളറായി. രണ്ടാമത്തത് സ്ട്രാപ്പിന്റെ സ്ട്രെങ്ത് കൂട്ടി, അത് വള്ളി അതിന്റെ നെക്ക് പൊട്ടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ബട്ടൺ പൊട്ടാത്ത രൂപത്തിൽ അതിനെ ശക്തിപ്പെടുത്തി. അതേപോലെ അതിന്റെ സോള് നല്ല സ്ട്രോങ് ആക്കി. അപ്പം സ്ട്രാപ്പ് പെട്ടെന്ന് ഊരി പോരാത്ത രൂപത്തിൽ അതിനെ മാറ്റം വരുത്തി. അങ്ങനെയാണ് VKC തുടങ്ങുന്നത്. ആ തുടങ്ങിക്കഴിഞ്ഞ് VKC ഒരു കാലഘട്ടം എത്തിയ സമയത്ത് മാർക്കറ്റിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമുക്കറിയാം വരാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും VKC അതോടൊപ്പം സഞ്ചരിച്ചു. ഹവായി ചെരുപ്പ് ഇന്ന് VKC ഹവായി ചെരുപ്പ് തുടങ്ങിയ സമയത്ത് വലിയ കമ്പനികൾ ഒരുപാടുണ്ടായിരുന്നു. ആ കമ്പനികളൊന്നും കാലാകാലങ്ങളിൽ മാറ്റം വരുത്താത്ത, കോഴിക്കോട് തന്നെ നമുക്ക് വലിയ കമ്പനികൾ ഒരുപാടുണ്ടായി. പക്ഷെ കാലാകാലങ്ങളിൽ മാറ്റം വരുത്താത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ഇന്ന് ആണ് ഞങ്ങൾ ഹവായി ചെരുപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ എത്ര ആൾ ഹവായി ചെരുപ്പ് ഇട്ടിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാവും. അപ്പം നേരത്തെ 95% ഹവായി ചെരുപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് ഇന്ന് വരുമ്പോൾ ആരും ഹവായി ചെരുപ്പ്, ഇന്ന് അത് വീട്ടിന്റെ അകത്തേക്ക് മാത്രം മാറിയ ഒരു കാലഘട്ടം. മാത്രമല്ല അന്ന് നമ്മൾ ആകെ ചെരുപ്പ് മേടിക്കുക വല്ല ഫെസ്റ്റിവൽ വരുമ്പോൾ അല്ലെങ്കിൽ വല്ല പരിപാടികൾ വരുമ്പോഴാണ് നമ്മൾ ചെരുപ്പ് മേടിക്കുക. ആ ചെരുപ്പ് തന്നെയാണ് നമ്മൾ കല്യാണത്തിന് പോവുകയാണെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഒറ്റ ചെരുപ്പാണ്. ഇന്ന് ആ കാലഘട്ടം മാറി. നമ്മൾ രാവിലെ എണീറ്റ് നടക്കാൻ പോകുമ്പോൾ ഒരു ചെരുപ്പ്, ഓഫീസിൽ പോകുമ്പോൾ ഒരു ചെരുപ്പ്, വേറെ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ വേറെ ചെരുപ്പ്, വൈകുന്നേരം വേറെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വേറെ ചെരുപ്പ്. ഒരു വീട്ടിൽ 4ഓ 5ഓ ചെരുപ്പില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പം കാലം മാറി, ഉപയോഗം മാറി.
അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങൾ നടത്തുന്ന ഈ ബിസിനസ്. സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് വലിയ എന്താ പറയാ ഒരു നമ്മളെ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളുടെ ഇതേ മേഖലയിലുള്ള ഒരു കഥയും കൂടെ പറയാം. ഇത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. നെറ്റ്ഫ്ലിക്സിന്റെ മുമ്പ് നെറ്റ്ഫ്ലിക്സ് വന്നത് ഒരു നമ്മുടെ ഈ അന്നത്തെ നമ്മുടെ വീഡിയോ കാസറ്റ്സ് റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അന്നത്തെ അതിലെ ഒരു പ്രധാന പ്ലെയർ എന്ന് പറയുന്നത് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ടേൺ ഓവർ എത്രയായിരുന്നു എന്നറിയാം ബ്ലോക്ക് ബസ്റ്ററിന്റെ? വല്ല ഐഡിയ ഉണ്ടോ? ഏകദേശം 85,000-90,000 കോടി രൂപയായിരുന്നു 2000 കാലഘട്ടത്തിൽ. ആ ഒരു കമ്പനി ടെക്നോളജിയുടെ സഹായം കൊണ്ട് ഒന്നുമല്ലാതാക്കിയ കമ്പനിയാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ ഈ കാസറ്റ് വാടക കൊടുക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ സ്ഥലത്ത് ഏകദേശം അവര് അന്ന് ഒരു 9,000-ഓളം ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു പറയുന്നത്. ആ 9,000-ഓളം ഔട്ട്ലെറ്റിൽ ആളുകൾ പോകുന്നു, കാസറ്റ് വാടക എടുക്കുന്നു, തിരിച്ചു വരുന്നു. അതിന് ലേറ്റ് ആയാൽ അതിന് അഡീഷണൽ ഫീഡ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി ആദ്യം തന്നെ നെറ്റ്ഫ്ലിക്സ് ചെയ്തത് DVD ബൈ പോസ്റ്റ്. അന്നാണ് ഈ കൊറിയർ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയം വരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഓൺലൈൻ ബിസിനസിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പം ആ നെറ്റ്ഫ്ലിക്സ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് DVD ബൈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംരംഭമാണ്. പക്ഷെ അത് ഈ നല്ല വലിയ രൂപത്തിൽ മുന്നോട്ട് പോയതിന്റെ മാനേജ്മെന്റിന്റെ ചില മാറ്റങ്ങളെല്ലാം വന്ന് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്നാണ് ഇന്റർനെറ്റ് വിപ്ലവം വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ നെറ്റ് വഴി ഈ സിനിമ കൊടുക്കാനുള്ള സംവിധാനം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയതോടുകൂടി 2010 നമ്മുടെ ഈ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. എത്ര കോടി ടേൺ ഓവറുള്ള സ്ഥാപനമാണ് കുറഞ്ഞ വർഷം കൊണ്ട്, ഒരു 5-8 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും എന്താ പറയുക, ആ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, മൊബൈൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മൊബൈൽ ഏതാ? നോക്കിയ. ഇന്ന് എത്ര പേരുടെ കയ്യിലും നോക്കിയ ഉണ്ട്. ടെക്നോളജിയുടെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്താണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ ടൂർ പോകുമ്പോൾ ആദ്യം സംഘടിപ്പിക്കുന്ന 2 സാധനമുണ്ട്. എന്താണ്? ഒരു ക്യാമറ, 2 കോണിക്ക അല്ലെ സക്കൂറിന്റെ 2 റോൾ ഫിലിം, 2 സെറ്റ് ബാറ്ററി. ഇന്ന് ആരെങ്കിലും ടൂർ പോകുമ്പോൾ ക്യാമറ തരാറുണ്ടോ? ഫിലിം തരാറുണ്ടോ? അത് വന്ന് ഡെവലപ്പ് ചെയ്യാറുണ്ടോ? കാലം മാറി. പൂർണ്ണമായിട്ടും സാങ്കേതിക വിദ്യ നമ്മുടെ എല്ലാ രംഗവും കൈയടക്കിയിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഈ മാറ്റമാണ്. അപ്പൊ ഇത് ബിസിനസ് മേഖലയിൽ എല്ലാ ബിസിനസ് രംഗത്തും ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ റീറ്റെയിൽ വ്യവസായ രംഗത്ത് വലിയ ഒരു ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് ഈ മോഡേൺ ട്രേഡ് എന്ന് പറയുന്ന ഈ ഓർഗനൈസ്ഡ് റീറ്റെയിൽ സ്റ്റോറുകൾ. ഇപ്പൊ റിലയൻസിന്റെയും സുഡിയോന്റെയും ബിസിനസ് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇവർ എത്ര ബിസിനസ് ചെയ്തു എന്ന് വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഈ ബിസിനസ് ഏത് ബിസിനസ്സാണ് ഇവർ എടുത്തു പോകുന്നത്? നമ്മുടെ തൊട്ട അയൽപ്പക്കത്തിൽ ഇപ്പം തിരൂരാണെങ്കിൽ തിരൂര് പരിസര പ്രദേശത്തുള്ള ബിസിനസ് ഒരു വളരെ ചെറിയ ഒരു മേഖലയിലേക്ക് ഒതുക്കി അവിടെ 4-5 ലക്ഷം രൂപ ഒരു ദിവസം ടേൺ ഓവർ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒരു ദിവസം ടേൺ ഓവർ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ബിസിനസ് രംഗം മാറുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ അതായത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മാറി നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മളെ അടുത്ത് വന്ന് ചിരിച്ച് നമ്മളെ കണ്ട് നമ്മളെ വാങ്ങിക്കുന്ന ആളുകൾ എല്ലാം ഇന്ന് മറ്റൊരു തരത്തിലേക്ക് മാറും. എന്താണ്? അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ കടയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു കണ്ണിനുള്ള ഒരു കാഴ്ച. ഇപ്പൊ നമ്മള് സാധാരണ കടയിൽ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ ആ കടക്കാരന്റെ ഉടമനെ പേരെടുത്തറിയാം, അവർക്ക് നമ്മളെ പേരെടുത്തറിയാം. പക്ഷെ ഇവിടെ നമ്മളെ അടുത്ത തലമുറ വരുന്ന സമയത്ത് ആ കാഴ്ചപ്പാടിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും അവര് നേരെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന
കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റുഡിയോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നു, അവിടെ പർച്ചേസ് ചെയ്യുന്നു. എന്താണ്, നമ്മൾ മറ്റു കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വില കുറഞ്ഞ സാധനം പുതിയ ഫാഷനിൽ അവർക്ക് ലഭിക്കുന്നു. ഇപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ കൺസ്യൂമറിനെയും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ മാറ്റം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു 1000 കോടിയിലധികം ടേൺ ഓവർ ഉള്ള ബിസിനസ്, അതിനേക്കാളും വലുതായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ 32,000 വരുന്ന നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് പുതിയ എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ 1-2 കാര്യം ഞാൻ മിസ്സായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാന മേഖലയാണ് ആരോഗ്യരംഗം. ഈ ആരോഗ്യരംഗത്തേക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിയ, കാരണം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ആ കോണ്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് സാധാരണക്കാരന് വില കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഈ വൈദ്യ സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, നേരത്തെ കോവിഡ് കാലത്ത് ടെലിമെഡിസിനും മറ്റുള്ള ടെലികോളിംഗ് വഴിയുള്ള ആരോഗ്യ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു നിങ്ങളുടെ സംവിധാനങ്ങൾ വെച്ച് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് സെക്യൂരിറ്റി, അതായത് നമ്മുടെ വീടുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കണക്ഷനിലെ അതേ വീടുകൾക്ക് നിങ്ങൾക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനെ ആ ഒരു സ്കെയിലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഡീഷണൽ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെയാണ് പുതുതായിട്ട് വരുന്ന ഈ സർവീസുകൾ നമ്മൾ അതിനൊരു എതിരാളിയായിട്ട് കാണാതെ, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പാർട്ട്ണർഷിപ്പാണ് ഏറ്റവും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ടൂളായിട്ട് നിൽക്കുന്നത്. നമ്മൾ എതിർത്ത് അതിനെ ഇത് ചെയ്യുന്നതിന് പകരം അതുമായി യോജിച്ച് രണ്ട് കൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രൂപത്തിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ സംസാരിച്ചപ്പം ഈ മസ്കിന്റെ കുറെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഈ അസോസിയേഷൻ അതിന്റെ ഓവറോൾ പാർട്ട്ണറായിട്ട് മാറാൻ ഉള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള പരിശോധന. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഈ പുതിയ കോർപ്പറേറ്റുകൾ വരിക എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, ഒന്നായിട്ട് നമ്മൾ എല്ലാത്തിനെയും വിഴുങ്ങുന്ന രൂപത്തിലാണ് പൊതുവെ വരുന്നത്. നമ്മളൊന്നും അറിയാതെയാണ് അത് നമ്മുടെ കവർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ടാക്സികൾ, ഇപ്പം ഹോട്ടൽ ബിസിനസ്, ടാക്സി ബിസിനസ്, ഇവിടൊക്കെ ബിസിനസ് കുറഞ്ഞിട്ടുണ്ടോ? ബിസിനസ് പലതും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സൗകര്യം മറ്റു രൂപത്തിൽ ആളുകൾ അവൈൽ ചെയ്യുന്നുണ്ട്. എന്താണ്? ടാക്സി, ഓല, ഊബർ തുടങ്ങിയിട്ടുള്ള ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സഫാരി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സ്വിഗ്ഗി, സൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ്. നമ്മുടെ കുട്ടികൾ, നിങ്ങളെ വീട്ടിൽ ആലോചിച്ചാൽ മതി, എത്ര ഓൺലൈൻ ഡെലിവറി പാർട്ട്നേഴ്സ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും മേടിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ പുതിയ തലമുറ അത് വലിയ രൂപത്തിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് സമുച്ചയം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തൊരു പെട്ടിക്കട ഉണ്ടാവും. മിക്കവാറും എല്ലാ പലചരക്ക്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനം വേണ്ട ഒരു കട എല്ലാ ഫ്ലാറ്റിന്റെ അടുത്തുണ്ടാവും. ഇന്ന് അതില്ല. ഇന്നെന്താ കാരണം? ഒരു ബട്ടൺ ഞെക്കിയാൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ സാധനം നമ്മുടെ വീട്ടിന്റെ മുന്നിലേക്ക്. നമ്മൾ ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ എന്താണോ ലോകത്ത് നടക്കുന്നത്, അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇതിന്റെ ഭാഗമായിട്ട് ഇതിനൊരു പ്രത്യേക ടീമിനെ തന്നെ നിശ്ചയിച്ചുകൊണ്ട്, അതായത് ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് എങ്ങനെ പ്രാവർത്തികമാക്കാനും എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ സാധാരണ നമ്മുടെ ബിസിനസ്സിലൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പുതിയ മോഡൽ എങ്ങനെ ഉണ്ടാക്കുന്ന പുതിയ ചേരും, അതേപോലെ നിങ്ങളുടെ സംവിധാനത്തിൽ ഈ പുതിയ ബിസിനസ് സാധ്യതകൾ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടീം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴേ, കാരണം ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എല്ലാ ജാതി മത വിഭാഗങ്ങളും രാഷ്ട്രീയം ഒന്നിച്ച് ഇത് നമുക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റാത്തൊരു സാധനം. എവിടെ പോയാലും വലിയ രൂപത്തിലേക്ക് എന്താ പറയാ, മതിൽ കെട്ടി വേർതിരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകത. ആ പ്രത്യേകത നിലനിർത്തണമെങ്കിൽ, നമ്മൾ ഈ കൂട്ടായ്മ നിലനിർത്തണമെങ്കിൽ അത് നിങ്ങൾ എന്തിനാണോ കൂടിച്ചേർന്നത് ആ ഉദ്ദേശം കൂടുതൽ വിപുലമായിട്ട് പോകുമ്പോഴേ ആ കൂട്ടായ്മക്ക് ബലം കൂടുകയുള്ളൂ.
അപ്പൊ ആ കൂട്ടായ്മ ബലം കൂട്ടണമെങ്കിൽ ഇതേപോലെയുള്ള സംരംഭങ്ങൾ, എനിക്ക് തോന്നുന്നു അതിന് പ്രത്യേക ഒരു സംഖ്യ തന്നെ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം തന്നെ അതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു AI-യുടെ ഒരു സെമിനാർ നടത്തി. AI നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് അതിന് അർത്ഥാക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞത്, ഒരു NBFC, അതായത് ഫിനാൻസ് കമ്പനി, അവരുടെ കയ്യിലുള്ള ഏകദേശം ഒരു 207 ലക്ഷം കോളുകൾ അവര്, അതായത് ഈ ടെലികോളിന്റെ റെക്കോർഡ് അവര് AI വഴി ഒരു 60 ദിവസം എടുത്തിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്തു. ആ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 1600 കോടി രൂപയുടെ പുതിയ ബിസിനസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരാളിരുന്ന്, അതായത് നമ്മൾ ടെലികോൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് വിളിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വിളി വരില്ലേ, നിങ്ങൾക്ക് ലോൺ വേണം അല്ലെങ്കിൽ ചോദിച്ചില്ല, എല്ലാ ദിവസവും പലപ്പോഴും പല കോള് വരുന്നുണ്ടാവും. അതേപോലെയുള്ള റെക്കോർഡുകൾ ഈ AI പരിശോധിച്ച്, അപ്പം ഈ ചോദ്യവും ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം അനലൈസ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബജാജ് ഫിനാൻസിന് ഏകദേശം 1600 കോടി രൂപയുടെ പുതിയ ബിസിനസ് ആ AI വഴി 60 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ അവരെന്താ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ, അവരുടെ ഇതുവരെയുള്ള മുഴുവൻ റെക്കോർഡുകളും AI വഴി പരിശോധിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ ഈ വീടുകളിൽ ഈ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ TV, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംഘടന നിലനിൽക്കൂ, നിങ്ങളും മുന്നോട്ട് വളരാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിലേക്ക് എനിക്ക് തോന്നുന്നത് 30 വർഷമായിട്ട് നിലനിൽക്കുന്ന സംഘടനയാണ്. ആ സംഘടന അതിന്റെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ എല്ലാ പരിപാടികളും നടത്തുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം പൊതുവെ നമ്മൾ സംഘടന ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, വ്യക്തി അധിഷ്ഠിതമായിട്ട് താല്പര്യങ്ങളെല്ലാം അതിന് മേലെ വന്ന് സംഘടനയുടെ താല്പര്യം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ പൊതുവിൽ കണ്ടുവരാറുണ്ട്. ഏതായാലും ഈ ഒരു സംഘടന അത് വളരെ കൃത്യമായി തന്നെ അത് പാലിച്ച് അതിന്റെ സംഘടനാ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. അപ്പം പൊതുവെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ തന്നെയാണ് അത് തയ്യാറെടുക്കേണ്ടത്. കാരണം നമ്മൾ ഈ സംരംഭകർ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ജനസാണ്. എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സംരംഭകന്റെ പ്രധാന ലക്ഷണം. തടസ്സങ്ങൾ വരും. തടസ്സം നാട്ടിൽ നമുക്കറിയാം, നമ്മൾ ഒരു 10 വർഷം മുമ്പുള്ള ഒരു സ്ഥിതിയല്ല ഇന്ന് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റും, കേരളം ഒരു സമയത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് വ്യവസായം ചെയ്യാനുള്ള സൗകര്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പുറകിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇപ്പൊ പലരും ചോദിക്കും, അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നേരത്തെ നിങ്ങൾ പഞ്ചായത്തിന് ലൈസൻസ് എടുക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. എന്തായാലും ഒരു 2-3 മാസം എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഏറ്റവും പിന്നാലെ നടന്നാൽ മിനിമം 3 മാസമല്ലാണ്. ഇപ്പം നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിങ്ങളൊരു ഓൺലൈനിൽ നിങ്ങളൊരു അപേക്ഷ സമർപ്പിക്കുക. 2 കാര്യമാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഒന്ന്, നിങ്ങളുടെ സ്ഥാപനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിൽ വരുന്നതല്ല. രണ്ടാമത്തെ, നിങ്ങൾ തുടങ്ങുന്ന സ്ഥാപനം നിയമപരമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കും എന്നുള്ള ഉറപ്പ്. ഈ 2 കൊടുത്താൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് എടുക്കാം. ആ അക്നോളജ്മെന്റ് വഴി നിങ്ങൾക്ക് സ്ഥാപനം ആരംഭിക്കാം. 3.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ബാക്കിയുള്ള പേപ്പറുകൾ റെഡിയാക്കിയാൽ മതി. ഇത് ഇന്ന് ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഇതുമായി കമ്പയർ ചെയ്ത് നമ്മൾ ഗവൺമെന്റിലെ അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയതുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ മോഡൽ എല്ലാവരും അനുകരിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ബിൽഡിംഗ് പെർമിറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു ഏരിയയാണ്. ഇപ്പം 3000 സാധാരണ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്താൽ എത്ര സമയം എടുക്കും?
നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ, നമ്മൾ നമ്പറല്ല, ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും? 5 മാസം, 6 മാസം, ഒരു കൊല്ലം. ഇപ്പൊ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങിന്റെ പെർമിറ്റ് കിട്ടാൻ എത്ര സമയം വേണമെന്ന് അറിയാം? ഓൺലൈൻ, അതായത് 50% വിത്തിൻ 30 സെക്കൻഡ്സിലാണ് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെടുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നത്. അപ്പം വലിയ രൂപത്തിൽ ഇനിയും എല്ലാം മാറിയെന്നതിന് അർത്ഥമില്ല കേട്ടോ. ഇനി ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയുണ്ട്. അതൊന്നും എല്ലാം തീർന്നു എന്ന അഭിപ്രായമില്ല, പക്ഷെ വലിയ മാറ്റമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, നേരത്തെ പറഞ്ഞു KSEBയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഒരു ആവശ്യം പറയുന്നതിന്റെ കൂടെ അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ഒരു കൃത്യതയും കൂടി കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അനുഭവം. അപ്പൊ നേരത്തെ നമ്മൾ ഇപ്പൊ KSFT എന്ന് പറയുന്നതാണ് നമ്മൾ ബിസിനസ് ലൈസൻസിന് ഉപയോഗിക്കുന്നത്. വലിയ രൂപത്തിലുള്ള ചർച്ച എല്ലാ വിഭാഗത്തിലും നടന്നു. അതിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായി ഉള്ള കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിലൊന്ന് നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് ഒരു ചെറിയൊരു നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സാധാരണ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കൈ അടിക്കാൻ പറ്റും, ക്ലാപ്പ് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം പറ്റും? 60. പിന്നെ അതിൽ കൂടുതൽ ആർക്കെങ്കിലും പറ്റും തോന്നുള്ളവരുണ്ടോ? നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്ര സമയം എത്ര പറ്റും. വെറുതെ ഒരു രസത്തിന് ഏതായാലും വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനൊരു ഇത് ഓൺ ചെയ്യാം, സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം. അപ്പം പിന്നെ അത് അവരവരെ എണ്ണീട്ട് എത്ര അടിക്കുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ എല്ലാവരും കൈ അടിക്കാൻ തുടങ്ങാം. ഓക്കെ, റൈറ്റ്. അപ്പം സ്റ്റാർട്ട്. സ്റ്റോപ്പ്. എത്രയായി? 60, 66, 75, 80, 83. അതിൽ കൂടുതൽ ആരാ? അപ്പൊ നേരത്തെ എത്ര പറഞ്ഞത്? 60. നിങ്ങൾ എത്ര അടിച്ചത്? 83. പക്ഷെ 83 അടിച്ചത് എത്ര സമയത്തിലാണെന്നറിയാം? 15 സെക്കൻഡിൽ. 15 സെക്കൻഡിലാണ് നിങ്ങൾ 85 അടിച്ചത്. അപ്പൊ ഒരു മിനിറ്റിൽ എത്രയായി? 85 × 4. അപ്പൊ എത്രയായി? 340. നിങ്ങൾ പറഞ്ഞത് എത്ര? അപ്പോ നിങ്ങളെ കുറിച്ച് തന്നെ വളരെ താഴെയാണ് ചിന്തിക്കുന്നത്. അത് പോരാ. നിങ്ങളെ കഴിവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനത് പറഞ്ഞ് ഞാനിവിടെ അതേപോലെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം 60, 1 മിനിറ്റ്, 1 സെക്കൻഡിൽ 1. ഇതാണ് നിങ്ങളെ കണക്കിന്റെ അടിസ്ഥാനം. പക്ഷെ ഞാനിവിടെ ഇത് അടിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെയും കൈ അടിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ഇതിനേക്കാളും അപ്പുറത്തേക്ക് എത്താൻ പറ്റും. അത് എത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.